ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വെണ്ടയ്ക്കയും തക്കാളിയും കൊണ്ടുള്ള ഒരു കറിയാണ്. ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ചെടുത്ത് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി, വെണ്ടക്ക കറി. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഞാനിവിടെ ഇത്രയും വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തിട്ട് വരാം. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, നമുക്ക് ഈ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം. ആ അരപ്പിലാണ് ഈ കറിയുടെ ടേസ്റ്റ് മുഴുവൻ ഇരിക്കുന്നത്. നമുക്കത് ചെയ്യാം. അതിനായി ഞാൻ ഇതുപോലൊരു കപ്പിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അടുപ്പത്ത് ഇതുപോലൊരു പാൻ ചൂടാക്കാൻ വെക്കുക. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പരിപ്പ്, കുറച്ച് ഉലുവ, കുറച്ച് ഉഴുന്ന് പരിപ്പ്, ചെറിയ ജീരകം, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ അല്ലി ആയതുകൊണ്ട് ഞാനൊരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3 എണ്ണം മതിയാവും. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ, തേങ്ങ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തരച്ച വെണ്ടയ്ക്ക കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് പെട്ടെന്നൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. സാമ്പാർ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ, മറ്റ് പച്ചക്കറി കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ വെണ്ടയ്ക്കയും തക്കാളിയും കുഞ്ഞുള്ളിയും മാത്രം മതി. നല്ല ടേസ്റ്റുള്ള കറി ഉണ്ടാക്കാം. തേങ്ങ ഒന്ന് കളറ് മാറി വരുന്നപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണേ. ആദ്യം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ ആവശ്യമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായം പൊടി ചേർത്തിട്ട് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പൊടികളുടെ എല്ലാം ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത്, തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണിഞ്ഞതിന് ശേഷം അരച്ചെടുക്കാം, മാറ്റി വയ്ക്കാം. അടുത്തതായി ചെയ്യേണ്ടത്, ഇതുപോലൊരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. സവാളയല്ല, ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇതുപോലെ തന്നെ കട്ട് ചെയ്യാതെ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കത് മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്.
ചെറിയുള്ളി ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ചെറിയുള്ളിയും വെണ്ടയ്ക്കയും വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ വാടി വരുമ്പോൾ നമുക്ക് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വേറെ പച്ചക്കറി കഷ്ണങ്ങളൊന്നും ഇല്ലാതെ വെണ്ടയ്ക്കേൻ്റെ കൂടെ ഈ കുഞ്ഞുള്ളി ഇങ്ങനെ അപ്പാട് കട്ട് ചെയ്യാണ്ട് ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയും ഉള്ളിയും വെണ്ടയ്ക്കയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയ്ക്ക് ഇടുന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ. നമുക്കതൊന്ന് മൂടി വയ്ക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോഴേക്കും നമുക്ക് തണിയാൻ വെച്ച തേങ്ങ വറുത്തത് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ വറുത്തത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് വെണ്ടയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുതിർത്ത് വെച്ചിട്ട് അരിച്ചെടുത്ത പുളിവെള്ളമാണ്. വാളംപുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര പൊടിയായി അരിഞ്ഞിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ്. ഞാൻ പിന്നെ പൊടിയായി അരിഞ്ഞത് അതിലെന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് പുളിവെള്ളമൊക്കെ ചേർത്തിയല്ലേ, നന്നായിട്ടൊന്ന് തിളച്ച് തരട്ടെ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റും കൂടെ നോക്കാം. കുറച്ചുകൂടി ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി കടുക് കറിവേപ്പിലയൊക്കെ താളിച്ചൊഴിക്കണം. അത് ചെയ്യാം. അതിനായി ഇതുപോലൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുക്കാതെ തന്നെ മൂടി വെക്കാം. നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി.
2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുള്ളി ചേർത്തിട്ടുള്ള വെണ്ടയ്ക്കക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണാം. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതാണ്. അധികം പച്ചക്കറി കഷ്ണങ്ങളൊന്നും വേണ്ട. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ട് ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. താങ്ക് യു.